Praise the Lord. Praise the Lord. Hallelujah. 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, സൗഖ്യദായകമായ അങ്ങയുടെ വചനത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, തുടർന്ന് നമ്മൾ കുറഞ്ഞ സമയം തിരുവചനത്തിലൂടെ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നു, എനിക്ക് തൊട്ടു മുമ്പ് എന്റെ ബഹുമാനപ്പെട്ട കുരിശുമഠം ചാണ്ടിയച്ഛൻ തുടങ്ങി വെച്ചതെന്ന് ഞാൻ തുടങ്ങുകയാണ്. ചാണ്ടിച്ചൻ വചനം വായിച്ചതിന് വ്യാഖ്യാനം തന്നു. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ നിങ്ങൾ സന്തോഷിക്കും. എന്നെ പ്രതി മനുഷ്യർ നിങ്ങൾ അവഹേളിക്കുകയും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, നിങ്ങൾക്ക് സ്വർഗത്തിൽ വലിയ പ്രതിഫലം കിട്ടുമെന്ന്. എന്നിട്ട് നമ്മോട് പറയുകയായിരുന്നു, ഈ ലോകത്തിൽ കിട്ടുന്ന സമ്പത്തിൽ ആശ്രയിക്കാതെ നിത്യജീവനെ ലക്ഷ്യം വെച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടിരിക്കുക എന്ന്. അതെ, തിരുവചനം നമുക്കതിനെ സാക്ഷ്യപ്പെടുത്തുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:26 നാം ഇങ്ങനെ വായിക്കുന്നു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ആത്മാവിന് പകരമായിട്ട് എന്തു കൊടുക്കും? ഇതാ, ഈ ലോകത്തുള്ള എല്ലാ സമ്പത്തും നേടിയാലും, എല്ലാ സ്ഥാനമാനങ്ങളും നേടിയാലും, എല്ലാ അധികാരങ്ങളും നേടിയാലും, എല്ലാ സാഹചര്യങ്ങളും നീ നിന്റേതാക്കി തീർത്താലും നിനക്ക് എന്ത് പ്രയോജനം? നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് നിനക്ക് പ്രയോജനമില്ല എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഈ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇടയിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോവുകയാണ്, ഒരു നല്ല മനുഷ്യനാവുക എന്നതിനു വേണ്ടി ഒരു ക്രിസ്ത്യാനിയായവനെ കുറിച്ച് തീർച്ചയായിട്ടും സ്വർഗം സന്തോഷിക്കുന്നില്ല. ഒരു നല്ല മനുഷ്യനാവുക എന്നതല്ല ഒരു ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം. ഒരു ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം അവൻ ദൈവത്തോട് ഐക്യപ്പെടുക, നിത്യജീവൻ പ്രാപിക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യ ലേഖനത്തില് 1-ാം ലേഖനത്തില് 15-ാം അധ്യായത്തില് 19-ാം തിരുവചന പ്രകാരം പറഞ്ഞു വച്ചിരിക്കുന്നു, നിങ്ങൾ ഈ ലോക ജീവിതത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നവരാണെങ്കിൽ മറ്റെല്ലാ മനുഷ്യരെക്കാളും നിങ്ങൾ നിർഭാഗ്യവാന്മാരാണ്. ഈ ലോക ജീവിതത്തിലാണ് നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ ഇവിടെ നിങ്ങളുടെ സുഖസമ്പത്തും നിങ്ങളുടെ സ്ഥാനമാനങ്ങളും നിങ്ങളുടെ രോഗസൗഖ്യവും നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുകയും ഇതെല്ലാം മാത്രമാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ നിങ്ങൾ മറ്റുള്ള എല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യവാന്മാരാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഞാനവർക്ക് ഒരു മനുഷ്യൻ നല്ലവനായ പോരാ, സ്വാഭാവികമായിട്ട് നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു തെറ്റായ ബോധ്യമുണ്ട്. ആ ബോധ്യ പ്രകാരമാണ് തീർച്ചയായിട്ടും തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷ അർഹിക്കുന്നു എന്നൊരു പാഠം ഞാനും നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷ അർഹിക്കുന്നു എന്നൊരു പാഠം പഠിച്ചു വെച്ചത് അത് സ്വാഭാവികമായിട്ട് ദൈവത്തിൽ നിന്നല്ല. അത് പഠിച്ചു വെച്ചത് നമ്മുടെ കുഞ്ഞുനാളില് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നോ ഗുരുഭൂതന്മാരിൽ നിന്നൊക്കെയാണ് പഠിച്ചു വെച്ചത്. ഈ തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷ അർഹിക്കുന്നു എന്ന പാഠം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് നിയമങ്ങളെല്ലാം അനുസരിച്ച്, കൽപ്പനകളെല്ലാം അനുസരിച്ച് പാപം ചെയ്യാതെ ജീവിച്ചാൽ എനിക്ക് നിത്യസ്വർഗം അല്ലെങ്കിൽ നിത്യസൗഭാഗ്യം കിട്ടുമെന്നുള്ള ഒരു പ്രത്യാശ ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവചനം അതിന് ഘടകവിരുദ്ധമായിട്ട് പറയുന്നു. വളരെ ഘടകവിരുദ്ധമായിട്ട് പറയുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് 17 മുതലുള്ള വാക്യങ്ങളിൽ ഞങ്ങൾ ഇവിടെ നാം കാണുകയാണ്, ഒരു ധനികനായ മനുഷ്യൻ, ഒരു യുവാവ് വളരെ പ്രത്യാശയോടെ, വളരെ പ്രതീക്ഷയോടെ, വളരെ സ്നേഹത്തോടെ ഈശോയുടെ തിരുമുമ്പിൽ വന്നിട്ട് മുട്ടുകുത്തി നിന്നിട്ട് ചോദിച്ചു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിത്യജീവൻ പ്രാപിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് മുട്ടുകുത്തി ചോദിച്ചു എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇതാ, ഈശോയെ അവൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവൻ തന്നെ എളിമപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഈശോ അവനോട് പറഞ്ഞ ഉത്തരം എന്താണ്? നിനക്ക് പ്രമാണങ്ങളെല്ലാം അറിയാമല്ലേ? കൊല്ലരുത്, വ്യഭിചാരം ചെയ്ത്, മോഷ്ടിക്കരുത്. അവൻ പറഞ്ഞു, ഞാൻ ചെറുപ്പം മുതലേ കർത്താവേ ഈ കൽപ്പനകളെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നവന്. ഐ ആം സോ പെർഫെക്റ്റ്. ഞാൻ വളരെ കൃത്യമായിട്ട് പാലിക്കുന്നവന് ഈ കൽപ്പനകളെല്ലാം. അപ്പോൾ ഈശോ അവനോട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ എന്നെ അനുഗമിക്കുക, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഇതാ ആ യുവാവായ മനുഷ്യൻ, ആ കൽപ്പനകളെല്ലാം കൃത്യമായിട്ട് അനുസരിക്കുന്ന മനുഷ്യൻ, എല്ലാ കൂദാശകളിലും പങ്കെടുക്കുന്ന മനുഷ്യൻ, ഇതാ അവൻ ദുഃഖിതനായിട്ട് തിരിച്ചുപോയി എന്ന് ആ തിരുവചനം നമ്മൾ പഠിപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്ത കൊണ്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കയറിയിരിക്കുന്നെങ്കിൽ നിനക്ക് തെറ്റി. ഇവിടെ നല്ല മനുഷ്യനെ നോക്കുമ്പോൾ വേറെ നല്ല മനുഷ്യന്മാർ ഇഷ്ടം പോലെ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
ഇതാ അപ്പോസ്തലപ്രവർത്തനം 10-ാം അധ്യായത്തില് നാം കാണുന്നു കൊർന്നേലിയൂസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ. ഇത്താലിക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു ശതാധിപനായിരുന്നു. ആ ശതാധിപനായ മനുഷ്യൻ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു, ദാനധർമ്മം കൊടുക്കുന്ന മനുഷ്യനായിരുന്നു, സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട വ്യക്തിയായിരുന്നു, ആർക്കും പരാതി പറയാനുള്ള വ്യക്തിയായിരുന്നു ആ മനുഷ്യൻ. എന്നിട്ട് ആ മനുഷ്യൻ എന്തേ സംഭവിച്ചത്? ആ മനുഷ്യൻ പത്രോസിനെ വിളിച്ച് യേശുക്രിസ്തുവിനെ കേട്ട് യേശുക്രിസ്തുവിലൂടെ സൗജന്യമായി നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ ദാനം അത് സ്വീകരിച്ചപ്പോഴാണ് അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗീയ സന്തോഷത്തിലേക്ക് നിറഞ്ഞ് അവൻ വിടുതൽ പ്രാപിച്ച് രക്ഷയിലേക്ക് പ്രവേശിച്ചത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന കാര്യം ഇതാണ്. ഒരു മനുഷ്യൻ നല്ലവനായി എന്നുള്ളത് കൊണ്ട് മാത്രം, സമൂഹത്തിന് മുമ്പിൽ വലിയ കുഴപ്പമില്ലാത്ത മനുഷ്യനായി എന്നുള്ളത് കൊണ്ട് മാത്രം അവൻ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ പ്രതീക്ഷ അവൻ നിത്യജീവനിലേക്ക് പ്രതീക്ഷ വെക്കേണ്ടത്. നമുക്കറിയാം, എന്താ തിരുവചനം വളരെ വ്യക്തമായിട്ട് അസന്നിഗ്ധമായിട്ട് പഠിപ്പിക്കുകയാണ്. 1 യോഹന്നാൻ 5:12. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 12-ാം തിരുവചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു: ദൈവം നമുക്ക് നിത്യജീവൻ നൽകി, അത് അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവൻ ഇല്ല. ജീവനില്ലാത്ത സാധനം തീർച്ചയായിട്ടും നമുക്കറിയാം, അത് ശവം തന്നെയാണ്. ജീവനില്ലാത്ത സാധനം ശവമാണ്. തീർച്ചയായിട്ടും അതിൽ 1-2 ദിവസം ഇരുന്നാല് 3 ദിവസം ചീയും അളിയും മണക്കും, മറ്റുള്ളവർക്ക് അത് അസ്വസ്ഥമായി തീരും. അപ്പോൾ ജീവനില്ലാത്തൊരു അവസ്ഥയിലായിരിക്കാൻ വേണ്ടിയിട്ടല്ല, നിത്യജീവനിൽ പങ്കുചേർന്നുകൊണ്ട് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇതാ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 4-ാം അധ്യായം 3-ാം തിരുവചനം പഠിപ്പിക്കുകയാണ്: നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുക. ഓരോ മനുഷ്യന്റെ വിശുദ്ധീകരണം ആണ് ദൈവം ആഗ്രഹിക്കുക എന്ന് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുക. ഈ ധനികനായ യുവാവിനോട് ഈശോ ഇങ്ങനെ പറഞ്ഞു. വീണ്ടും നമുക്ക് കാണാൻ കഴിയുക വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തില് 13 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളിൽ ഈശോ ഒരു ഉപമ പറഞ്ഞു വെക്കുന്നുണ്ട് ഭോഷനായ ധനികനെ കുറിച്ച്. അതെങ്ങനെയാണ്? അവന്റെ വയൽ വലിയ വിളവ് നൽകി, ഇഷ്ടംപോലെ വിളവ് നൽകിയപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അവന്റെ വിളവെല്ലാം കൂടെ ശേഖരിച്ചു വെക്കാൻ മാത്രം അറപ്പരയ്ക്ക് വലിപ്പമില്ലാത്തതുകൊണ്ട് അവൻ സന്തോഷിച്ച് പറയുക, എന്റെ ആത്മാവെ ആനന്ദിക്കുക, തലമുറകൾക്ക് കഴിയാനുള്ള സാധനങ്ങൾ ഞാൻ സമ്പാദിച്ചു വെച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈശോ പറയുകയാണ്, അല്ലയോ മനുഷ്യ, നിന്റെ ആത്മാവിനെ ഈ രാത്രിയിൽ ഞാൻ ആവശ്യപ്പെട്ടാല് നീ സമ്പാദിച്ചത് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? ഇവിടെ ഞാൻ കാണുകയാണ്, ദൈവം തന്റെ ആത്മാവിനെ നമ്മോട് ചോദിക്കുമ്പോൾ ആ ആത്മാവിനെ നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് കഴിയണം എന്ന് വളരെ അസന്നിഗ്ധമായിട്ട് വീണ്ടും തിരുവചനം പഠിപ്പിക്കുന്ന പ്രകാരമാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തില് 5-ാം തിരുവചനം: ദൈവം നിന്റെ ആത്മാവിനെ അസൂയയോടെ ആഗ്രഹിക്കുന്നുവെന്ന് വിശുദ്ധ ലിഖിതം എഴുതപ്പെട്ടിട്ടില്ലേ? ദൈവം ഓരോ മനുഷ്യന്റെയും ആത്മാവിനെ ആഗ്രഹിക്കുന്നുവെന്ന്. ആത്മാവിന് പകരമായിട്ട് എന്താ കൊടുക്കാൻ കഴിയുക? അല്ലയോ മനുഷ്യ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെടാൻ നിനക്ക് എന്ത് പ്രയോജനം? സ്നേഹമുള്ളവർ, ഇവിടെ നിത്യജീവനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു യാത്രയിലാണ് ക്രിസ്ത്യാനി ആയിരിക്കേണ്ടത്. ആ നിത്യജീവനെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യാനായിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ നിത്യജീവനെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യണമെങ്കിൽ കൽപ്പനകള് അനുസരിച്ചാൽ മാത്രം പോരല്ലോ. അതിന് തീർച്ചയായിട്ടും വിശുദ്ധിയിലേക്ക് നീ കയറണമെങ്കിൽ അതിൽ വളരെ പ്രധാനപ്പെട്ടതും അത്യന്താപേക്ഷിതവുമായ കാര്യമാണ് സ്വയം പരിത്യാഗം. സ്വയം പരിത്യാഗത്തിലൂടെയും സ്നേഹത്തിലൂടെയും അത് മാത്രമല്ല നന്മ പ്രവൃത്തികളിലൂടെയും വേണം നീ ജീവിക്കാൻ. അപ്പോഴാണ് നിനക്ക് തീവിലേക്ക് എത്താൻ പറ്റുക. നിന്റെ സ്വയം പരിത്യാഗം ഉണ്ടാവണം, അതോടൊപ്പം തന്നെ നിനക്ക് സ്നേഹം ഉണ്ടാവണം, അതോടൊപ്പം തന്നെ നീ നന്മ പ്രവൃത്തികൾ ചെയ്യണം. റോമ 12:21 നമ്മെ ഇപ്രകാരം ഓർപ്പിക്കുന്നു: തിന്മയെ നന്മ കൊണ്ട് നിങ്ങൾ കീഴടക്കണം. അതുകൊണ്ട് ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല. ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് സ്വസ്ഥമായിരിക്കുന്ന ഒരു ക്രിസ്ത്യാനി നിന്റെ ജീവിതം നീ തന്നെ തളച്ചിടുകയ്യ. നീ ക്രിസ്തുവിൽ നന്മ ചെയ്യാനായിട്ട് നിനക്ക് കഴിയണം. ഈശോ പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 10:10 അത് ഇപ്രകാരമാണ്: കള്ളൻ വരുന്നത് കൊല്ലാനും മോഷ്ടിക്കാനും പിടിച്ചു പറിക്കാനുമാണ്, എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനും. അത് ഈശോ വന്നത് ഈ ദൈവിക ജീവൻ നൽകാൻ വേണ്ടിയിട്ടാണ്. ഈ നിത്യജീവനിൽ നമ്മൾ പങ്കുകാരാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നിത്യജീവനാണ് ദൈവം നമുക്ക് നൽകിയത് തന്റെ ആത്മാവിലൂടെ. എന്നാൽ നമുക്കറിയാം, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിലും പറയുന്നു, ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അച്ചാരമായിട്ട് കിട്ടിയിരിക്കുന്നത്. അച്ചാരം എന്ന് പറഞ്ഞാൽ ഓൺലി അഡ്വാൻസ്. പരിശുദ്ധാത്മാവിനെ നീ അച്ചാരമായിട്ട് മേടിച്ചിരിക്കുന്നത്. ഈ അച്ചാരമായിട്ട് നിനക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിൽ നീ വളർന്ന്
മറ്റുള്ളവർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് നിങ്ങളുടെ പ്രവൃത്തികൾ അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന വിധത്തിലേക്ക് നീ ഉയരണം. നിന്നെ കണ്ടിട്ട്, നിന്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തക്ക വിധത്തിലേക്ക് നീ ഉയരണം. നിത്യരക്ഷ ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം നീ ജീവിക്കാനെന്ന് തിരുവചനം ഓർപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 63-ാം തിരുവചനം അതിപ്രകാരമാണ് പറയുക, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ ഈ വാക്യം ഓർക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവപ്പെട്ട എന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായ ഒരു സംഭവം, അതൊരു വ്യക്തിയെ പ്രാർത്ഥിക്കാനിടയായപ്പോഴാണത് മനസ്സിലായത്. അദ്ദേഹം പ്രാർത്ഥിക്കാനിടയായപ്പോൾ സംഭവിച്ചത്, വയനാട്ടുകാരൻ ഒരു മനുഷ്യൻ, അദ്ദേഹം ബഥാനിയയിൽ വന്ന് ധ്യാനം കൂടിയിട്ട് അദ്ദേഹം വീട്ടിൽ പോയി. രണ്ടാമത് വേറൊരു അവിടുത്തെ വെച്ച് കൗൺസിലിങ്ങിനാണ് അദ്ദേഹത്തെ കാണാനിടയായത്. അപ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ വീട്ടിലിന്റെ അടുത്തൂടെ ഒരു വഴി പ്രശ്നം ഉണ്ടായിരുന്നു. ഒരാൾക്ക് വഴി കൊടുക്കാനായിട്ട് അതിന് മുമ്പൊരു പ്രശ്നമുണ്ട്, അയാൾ വഴി കൊടുത്തില്ല, അതുകൊണ്ട് പകരം ഇയാൾക്ക് കൊടുക്കാതെ വെച്ച് വളരെ കേസായിട്ട് നടക്കുകയായിരുന്നു. അങ്ങനെ കേസായിട്ട് നടന്നു, മക്കളെല്ലാം അതിനകത്ത് ചേർന്നു, കേസിൽ ചേർന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഇദ്ദേഹം ധ്യാനത്തിന് വന്ന് ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ നിത്യജീവനെ കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ നിറഞ്ഞു. അദ്ദേഹം പറയാണ്, ഞാൻ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു ചെന്നിട്ട് ആദ്യം ചെയ്ത് ഇങ്ങനെ മക്കളെ വിളിച്ചു. മക്കളോട് പറഞ്ഞു, ആ വഴി അങ്ങോട്ട് കൊടുത്തേരെ, നമുക്ക് ഒരു പ്രശ്നവും ആ വഴി അങ്ങോട്ട് കൊടുത്തേക്കാൻ പറഞ്ഞപ്പോൾ മക്കൾ അതിനെ എതിർത്തു എന്ന് പറഞ്ഞു. എതിർച്ചപ്പോൾ ആ മനുഷ്യൻ പറയാണ്, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ രാത്രി ഞാൻ മരിച്ചു പോയാൽ എന്റെ ആത്മാവ് എവിടെ പോകും? ഇതാ പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ജീവിതാന്ത്യമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക. പക്ഷേ അദ്ദേഹം പറയാണ്, നിത്യജീവനെ കുറിച്ചുള്ള ചിന്ത എന്റെ മനസ്സിൽ നിന്നതുകൊണ്ട്, എന്റെ ആത്മാവ് നഷ്ടപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്, ഞാൻ മരിച്ചുപോയാൽ എന്ത് ചെയ്യുന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ ആ കേസ് എല്ലാം തീർത്ത് ആ പ്രശ്നം പരിഹരിച്ചു എന്ന്. ഇവിടെ നാം കാണുക, ഈ മനുഷ്യൻ ധ്യാനം കൂടിയപ്പോഴും അദ്ദേഹത്തിനുണ്ടായ നിത്യജീവനെ കുറിച്ചുള്ള ചിന്തയാണ്. ഇങ്ങനെ നമുക്ക് ഒത്തിരി പേരെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കറിയാം, നിങ്ങൾ അറിയുമെന്ന് എന്റെ ഓർമ്മയിലുണ്ടോ, പ്രസിദ്ധ നല്ല സുവിശേഷ പ്രഭാഷകനായ പുതുമന ഔസപ്പച്ചൻ പുതുമനയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ബാർ നടത്തുന്ന ആളായിരുന്നു. അദ്ദേഹം ധ്യാനം കൂടി നിത്യജീവനെ കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തിന് മനസ്സിൽ വന്നപ്പോൾ അദ്ദേഹം ആ ബാറ് ഉപേക്ഷിച്ചു. അത് താമസിക്കാൻ കൊടുക്കുന്ന ബോർഡിംഗ് ഹോസ്റ്റലൊക്കെ ആക്കി മാറ്റിയത്. ഇങ്ങനെ എത്രയോ പേര് നമുക്ക് കാണാനായിട്ട് കഴിയുക. നിത്യജീവനെ കുറിച്ചുള്ള ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ ലോകത്തിന്റെ സമ്പത്തുകളെ ത്യജിക്കാനായിട്ട് അവർ തയ്യാറായതായിട്ട് പിന്നെ നമുക്ക് കാണാൻ കഴിയുക. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തില് 3-ാം തിരുവചനം ഇപ്രകാരമാണ് വായിക്കുക, ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. ഇവിടെ നമുക്ക് കാണുക, ഏക സത്യദൈവമായ അവിടുത്തെ അറിയണമെങ്കിൽ എന്ത് വേണം? ഈശോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14:6 ഇങ്ങനെ പഠിപ്പിച്ചു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് എത്തുന്നില്ല. അപ്പോൾ വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തുവിലൂടെ നിത്യപിതാവായ ദൈവത്തെ നീ അറിഞ്ഞ് നിത്യജീവനെ ലക്ഷ്യം വെച്ച് ജീവിക്കേണ്ടവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കറിയാം, വിശുദ്ധ ഇവിടെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ, സഹോദരരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ സഹനത്തിലും ക്ഷമയിലും മാതൃകയായി നിങ്ങൾ സ്വീകരിക്കുവിൻ. നമുക്ക് മുമ്പേ കടന്നുപോയവരും നമുക്ക് മാതൃകയായി തീരേണ്ടതുണ്ടെന്നാണ് തിരുവചനം പഠിപ്പിക്കുക. ഞാൻ ഓർക്കുക, വളരെ പ്രധാനമായിട്ട് ഓർക്കുക, ഫ്രാൻസിസ് അസിസിയെ കുറിച്ചാണ്. ഫ്രാൻസിസ് അസിസി 1181 ജനിച്ച ഫ്രാൻസിസ് അസിസിയുടെ പിതാവ് പീറ്റർ ബെർണാഡ് ഫ്രാൻസിസ് അസിസിയുടെ സഹോദരൻ അഞ്ചലോ. ഈ ഫ്രാൻസിസ് അസിസി അദ്ദേഹം യജമാനെ സേവിക്കുന്നതാണോ നല്ലത്, ദാസനെ സ്നേഹിക്കുന്നതാണോ നല്ലതെന്നുള്ള ദൈവത്തിന്റെ ചോദ്യത്തിന് യജമാനെ സ്നേഹിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞ് യേശുവിന് വേണ്ടി തന്നെ ഒഴിഞ്ഞു വെച്ചതാണ് ഫ്രാൻസിസ് അസിസിയെ സംബന്ധിച്ചിടത്തോളം പീറ്റർ ബെർണാഡ് പട്ടുവ്യാപാരിയായിരുന്നു, ഇഷ്ടംപോലെ സമ്പത്തുള്ള മനുഷ്യനായിരുന്നു. ആ സമ്പത്തുകളിലെല്ലാം കുറച്ചൊക്കെ അവൻ ദരിദ്രർക്ക് കൊടുക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേനും ഇതാ പിതാവ് അനിയനും അവനെതിരായി, അഞ്ചലോയും അനിയനും പിതാവും അവനെതിരായി കഴിഞ്ഞപ്പോഴത്തേനും സംഭവിച്ചതാണ്, ഇതാ ഈ ഫ്രാൻസിസ് അസിസി താൻ ഇട്ടിരുന്ന വസ്ത്രം വരെ പിതാവിന്റെ പാദങ്ങളിൽ വെച്ചിട്ട് ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് പുറത്തേക്ക് ഇറങ്ങി കരങ്ങൾ ഉയർത്തി ഇങ്ങനെ പറഞ്ഞു, ഇനി മുതൽ ദൈവമേ അങ്ങാണ് എന്റെ പിതാവ് എന്ന്. നമുക്കറിയാം, ഫ്രാൻസിസ് അസിസിയെ കുറിച്ച് ഒന്ന് നോക്കുമ്പോൾ നമുക്കറിയാം, രണ്ടാമത്തെ ക്രിസ്തു എന്ന് അറിയപ്പെടുക. ഇതാ ഈ നിത്യജീവനെ കുറിച്ചുള്ള ചിന്ത വന്ന ഫ്രാൻസിസ് അസിസി
ദൈവത്തെ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാനുള്ള തീഷ്ണത വന്ന ഫ്രാൻസിസ് അസിസി ഈ സമ്പത്തെല്ലാം തൃണവിൽ ഗണിക്കുന്നതായിട്ട് നമുക്ക് കാണുകയാണ്. ഈ സമ്പത്തെല്ലാം വിട്ടിട്ട് ഈശോയുടെ പുറകെ പോകാനായിട്ട്, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് നാം കാണുകയാണ്. ഇവിടെ ഫ്രാൻസിസിനെ ഇതിന് പ്രേരിപ്പിച്ചത് തീർച്ചയായിട്ടും ഇതായിരിക്കില്ലേ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവരാണ് മറ്റെല്ലാ മനുഷ്യർക്കും നിർഭാഗ്യവാന്മാരാണെന്നത്. സ്നേഹമുള്ളവരെ, ഞാൻ വീണ്ടും ഓർക്കുകയാണ്, ഫ്രാൻസിസ് സേവ്യറെ നമുക്കറിയാം. 1506 സ്പെയിനിൽ ജനിച്ച ഫ്രാൻസിസ് സേവ്യർ പാരീസ് സർവകലാശാലയിലെ തത്വശാസ്ത്ര അധ്യാപകനായിരുന്നു. 24 വയസ്സിലെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുക. ഇഗ്നേഷ്യസ് ലയോള, ഈശോ സഭയുടെ സ്ഥാപകനായ ഇഗ്നേഷ്യസ് ലയോള ഫ്രാൻസിസ് അസീസിയോട് ചോദിച്ചു, നീ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ഈ തിരുവചനം ഫ്രാൻസിസ് സേവ്യറുടെ ഹൃദയത്തിൽ ആഞ്ഞടിച്ചു. പിന്നെ ആധ്യാത്മികതയെ കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങി. സ്നേഹമുള്ളവരെ, നമുക്കറിയാം ഫ്രാൻസിസ് സേവ്യർ ഇതാ കേരളത്തിൽ വന്ന് സുവിശേഷം പ്രസംഗിച്ചു. വായിക്കുകയാണ്, 3 ലക്ഷത്തോളം പേരെ മാനസാന്തരപ്പെടുത്താനായിട്ട്, 3 ലക്ഷത്തോളം പേരെ ക്രിസ്ത്യാനികളാക്കാൻ വേണ്ടിയിട്ട് ഫ്രാൻസിസ് അസീസിക്ക് കഴിഞ്ഞു എന്നാണ് വായിക്കാൻ കഴിയുക. സ്നേഹമുള്ളവർ, ഇവിടെ നിത്യജീവനെ കുറിച്ചുള്ള ലക്ഷ്യം വന്ന ഫ്രാൻസിസ് സേവ്യറിന് നിത്യജീവനെ കുറിച്ചുള്ള ലക്ഷ്യം വന്ന ഫ്രാൻസിസ് സേവ്യറിന് ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ ഒരു പ്രയോജനമില്ലെന്ന് തിരിച്ചറിഞ്ഞ ഫ്രാൻസിസ് സേവ്യറിന് ഇതാ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാനല്ല തോന്നിയത്. ഫ്രാൻസിസ് സേവ്യറിന് തോന്നിയത് മറ്റനേകരെ ഈ സന്തോഷം അറിയിച്ച്, ഈ വാർത്ത അറിയിച്ച് അവരെ യേശുവിലേക്ക് ആനയിക്കാനുള്ള പ്രേക്ഷിത തീഷ്ണതയാണ് അവർക്കുണ്ടായത്. പക്ഷേ നല്ലൊരു ക്രിസ്ത്യാനി, യേശു ക്രിസ്തുവിനെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്ത്യാനിയിൽ ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആത്മാക്കളെ കുറിച്ചുള്ള തീഷ്ണത, മറ്റുള്ളവരുടെ രക്ഷയെക്കുറിച്ചുള്ള തീഷ്ണത. ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ചുള്ള തീഷ്ണത ഉണ്ടാവുക എന്നുള്ളതാണ് നിത്യജീവൻ ലക്ഷ്യം വെക്കുമ്പോൾ ഉണ്ടാവേണ്ട മറ്റൊരു കാര്യം. സ്നേഹമുള്ളവർ, ഇവിടെ നാം കാണുകയാണ് ഈ ഫ്രാൻസിസ് സേവ്യറിന്റെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിക്കുകയാണ്. അനേകം പേര് മാനസാന്തരപ്പെടാനായിട്ട് ഇടയാവുകയാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ നാം വായിച്ചു. ഞാൻ നേരത്തെ പരാമർശിച്ചു, ദൈവം നമുക്ക് നിത്യജീവൻ നൽകി, അത് അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കി. പുത്രനെ സ്വന്തമാക്കുക എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവനോട് ഐക്യപ്പെടുക എന്നാണ് അർത്ഥമാകുക. റോമാലേഖനം 8:1 നാം ഇങ്ങനെ വായിക്കുന്നു, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നവർക്ക് ശിക്ഷാവിധിയില്ല, അവൻ പാപത്തിന്റെയും നിയമത്തിന്റെയും പിടിയിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് യേശുവിന്റെ മനോഭാവങ്ങളോടും അവന്റെ സഹനങ്ങളോടും അവന്റെ സന്തോഷങ്ങളോടും എല്ലാം ചേരാനായിട്ട് കഴിയുമ്പോഴാണ് അവനോട് ഐക്യപ്പെടുക എന്ന് പറയുന്നത്. എന്റെ സ്ഥിതി സുസ്ഥിരമാക്കുന്ന ഒരു ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച്, എന്റെ സമ്പത്ത് സുസ്ഥിരമാക്കുന്ന ഒരു ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച്, അല്ലെങ്കിൽ എന്റെ ഒരു രോഗം മാറ്റുന്ന മാത്രം ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് ഈശോ പ്രസംഗിച്ചില്ലല്ലോ. ഈശോ പ്രസംഗിച്ചത് നിത്യജീവനെ കുറിച്ചാണ്. ഞങ്ങളൊരു ഇവിടെ നമുക്ക് വീണ്ടും കാണാനായിട്ട് കഴിയുക സെന്റ് അഗസ്റ്റിനെ നമ്മൾ കാണുകയാണ്. സെന്റ് അഗസ്റ്റിൻ 354 ആണ്ടിൽ ജനിച്ച സെന്റ് അഗസ്റ്റിനെ നമുക്കറിയാം. പട്രീഷ്യസ് മോനിക്ക എന്ന് പറഞ്ഞ പട്രീഷ്യസിന്റെ മോനിക്കയുടെ മകനായിട്ടാണ് അഗസ്റ്റിൻ ജനിച്ചത്. അഗസ്റ്റിന്റെ അനിയനുണ്ട് നബീജിയസ്. അതോടൊപ്പം തന്നെ അഗസ്റ്റിന് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സ്ത്രീയോടൊപ്പം താമസിച്ചിട്ട് ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട്. ഈശ്വരദത്തൻ എന്നാണ് അവന്റെ പേരെന്ന് വായിക്കുന്നു. ഞങ്ങൾ ഇവിടെ ഈ സെന്റ് അഗസ്റ്റിൻ ഇങ്ങനെ സെന്റ് അഗസ്റ്റിനോട് വിശുദ്ധ അംബ്രോസിന്റെ പ്രസംഗം കേട്ട് സെന്റ് അഗസ്റ്റിന് മനസ്സിൽ ചലനം വന്നു. ഒരിക്കലും ഇങ്ങനെ അദ്ദേഹം പൂന്തോട്ടത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാതിൽ ഒരു സ്വരം കേട്ടു. ഒരു ശിശുവിന്റെ സ്വരം എടുത്തു വായിക്കുക. റോമാലേഖനത്തില് 13-ാം അധ്യായത്തില് 13-ാം വാക്യമാണ് ഈ സെന്റ് അഗസ്റ്റിന് എടുത്തപ്പോൾ കിട്ടിയത്. നമുക്കതൊന്ന് വായിച്ച് കേൾക്കാം. റോമാലേഖനത്തില് 13-ാം അധ്യായത്തില് 13-ാം തിരുവചനമാണ്. സെന്റ് അഗസ്റ്റിൻ ലേഖന പുസ്തകം എടുത്ത് തുറന്നപ്പോൾ കണ്ടത് അതാണ്, വായിച്ചത് അതാ ജീവിതത്തെ മാറ്റിയതെന്ന് നാം വായിക്കുന്നുണ്ട്. നമുക്കതൊന്ന് വായിച്ചു കേൾക്കാം. റോമാലേഖനം 13-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ അതിപ്രകാരമാണ്. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തികളിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ഈ തിരുവചനം വായിച്ച സെന്റ് അഗസ്റ്റിൻ ഈ വചനം തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. അദ്ദേഹം തന്റെ മോശം സ്വഭാവങ്ങളിലെല്ലാം വിട്ടുമാറി ദൈവചിന്തയിലേക്ക് വന്നു. സ്നേഹമുള്ളവരെ, നമുക്കറിയാം സഭയുടെ വേദപാരംഗതനായിട്ട് കാണുകയാണ് സെന്റ് അഗസ്റ്റിനെ.
സ്നേഹമുള്ളവരെ, ഇവിടെ എല്ലാം നാം കാണുക, ഒരു ക്ഷണികമായിട്ടുള്ള സന്തോഷത്തിനോ ഒരു രോഗസൗഖ്യത്തിനോ സാമ്പത്തിക വിടുതലിനോ ഒരു കടം വീട്ടാനോ ഒരു സ്ഥലം വിൽക്കാനോ വേണ്ടിയിട്ടുള്ള ക്രിസ്തുവിനെ ആശ്രയിക്കുന്നതല്ല ക്രിസ്ത്യാനി. ക്രിസ്തുവിനെ അതിനെ ആശ്രയിക്കേണ്ടായിരുന്നില്ല, അവൻ തരാൻ സന്നദ്ധനാണ്. എന്നാൽ അതിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക്, ക്രിസ്തീയതയുടെ ഉന്നതിയിലേക്ക്, നിത്യജീവനിലേക്ക് എത്താനായിട്ട് സാധിക്കാതെ വരികയാണ്. നമുക്കറിയാം, സഭ നമ്മെ പഠിപ്പിക്കുന്നു, നാം ഈ ലോകത്ത് യാത്രക്കാരാണ്, നിത്യജീവനാണ് നമുക്ക് ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യമെന്ന്. ഈ നിത്യജീവൻ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന ക്രിസ്ത്യാനിക്ക് ഈ ലോകത്ത് ഒത്തിരിയേറെ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളെയും സഹനങ്ങളെയൊക്കെ കടന്നു പോകേണ്ടി വരാം. ഈ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാം ഒരു സഹനം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ വിശുദ്ധരുടെ ജീവിതത്തേക്കെല്ലാം നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ കാണാൻ കഴിയുന്നില്ല. അവരെല്ലാവരും സഹിച്ചിട്ടുണ്ട്. വിശുദ്ധ അൽഫോൻസ് സമയത്ത് തന്നെ നോക്കുകയാണെങ്കിൽ രോഗിയായിട്ട് കിടക്കുകയായിരുന്നു, എന്നിട്ട് ആ വിശുദ്ധിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഞാനും ഇങ്ങനെ ചിന്തിക്കുകയാണ്, അൽഫോൻസാം ഇങ്ങനെ രോഗിയായി കിടക്കുമ്പോൾ ചെന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, അൽഫോൻസാമേ ഭയങ്കര സഹനമായില്ലേ എന്ന് ചോദിച്ചാല് തീർച്ചയായിട്ടും അൽഫോൻസാം അതേ മോനെ എന്തൊരു സഹനം ഇതൊന്നും പറയത്തില്ല. അൽഫോൻസാം പറയും, എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ഈശോയുടെ സ്നേഹമാണ്. ഈശോയുടെ സ്നേഹമാണ്. കുശ്രേസ്യ ഈശോയുടെ സഹനം ചോദിച്ചു പഠിച്ച വ്യക്തിയാണ്. നമുക്ക് ഇവിടെ കാണാൻ കഴിയുക, ഈ വിശുദ്ധരിലേക്കെല്ലാം നമ്മൾ നോക്കുമ്പോൾ അവർ ക്ഷണികമായിട്ടൊരു കാര്യപ്രാപ്തിക്ക് വേണ്ടി ക്രിസ്തുവിൽ ആശ്രയിച്ചവരല്ല. അവരെല്ലാവരും നിത്യജീവനെ ലക്ഷ്യം വെച്ചുകൊണ്ട് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ജീവിച്ചവരാണ്. അതിനവർ സ്വയം പരിത്യാഗ പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർ ഈശോയെ സ്നേഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം അവർ നന്മ പ്രവൃത്തികൾ, സുഹൃത പ്രവൃത്തികളെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. നിത്യജീവനെ ലക്ഷ്യം വെച്ച് ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. സ്നേഹിതരെ, ഞാൻ ഓർക്കുന്നു, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തില് ഇങ്ങനെ നാം കാണുന്നു, ഇതാ ജീവന്റെ വൃക്ഷത്തെ കാക്കാനായിട്ട് കെരൂബുകളെ ദൈവം നിർത്തി. ഇതാ മനുഷ്യൻ പാപം ചെയ്തപ്പോഴത്തേനും അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് അവൻ ഭക്ഷണം കഴിച്ചു, നന്മതിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവ് അവനുണ്ടായി. എന്നാല് വീണ്ടും അവൻ ജീവന്റെ വൃക്ഷത്തിൽ നിന്നും കൂടെ ഭക്ഷിച്ച് അമർത്യനാവാതിരിക്കാൻ, ദൈവത്തെ പോലെ ആകാതിരിക്കാൻ വേണ്ടി ജീവന്റെ വൃക്ഷത്തെ കാക്കാനായിട്ട് കെരൂബുകളെ നിർത്തി ഈ മനുഷ്യനെ പുറത്താക്കി നമ്മൾ വായിക്കുകയാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം എത്തി നിൽക്കുമ്പോൾ ഇത് ഈശോ പറഞ്ഞത്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. സ്നേഹമുള്ളവരെ, ഈ ജീവന്റെ വൃക്ഷത്തിലേക്ക്, ദൈവത്വത്തിലേക്ക് കയറാനായിട്ട് ദൈവം നമുക്ക് അവസരം നൽകുകയല്ലേ ചെയ്തത്? നിത്യജീവനിലൂടെ, നിത്യജീവനെ സൗജന്യമായി നൽകിക്കൊണ്ട്. സ്നേഹമുള്ളവരെ, ഇതാ ഈശോ നമുക്ക് നിത്യജീവൻ നൽകി എന്ന് പറയുമ്പോൾ ഈ ജീവന്റെ വൃക്ഷം ക്രിസ്തു ആണെന്ന് നമുക്ക് ചിന്തിക്കാം. തീർച്ചയായും അവനിലൂടെ മാത്രമാണ് ജീവൻ നൽകപ്പെടുക, അവനിലൂടെയാണ് നമുക്ക് ജീവൻ ലഭിക്കുക. അവൻ വന്നിരിക്കുന്നത് നമുക്ക് ജീവൻ നൽകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ കള്ളം വരുന്നത് കൊല്ലാനും മോഷ്ടിക്കാനുമാണ്. സ്നേഹമുള്ളവരെ, ഈ നിത്യജീവനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നാം കഴിയുന്നില്ല. നമുക്ക് കഴിയണം. നമ്മളൊരു ധ്യാനം കൂടി, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോയി, നമുക്ക് 2 നിയോഗങ്ങളുണ്ടായിരുന്നു, അതെല്ലാം സാധിച്ചു. അത് നല്ലത് തന്നെ. പക്ഷെ അതിൽ നീ കിടക്കരുത്. അതിൽ നീ കിടക്കാതെ നിത്യജീവൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള തീഷ്ണത നിന്റെ മനസ്സിലുണ്ടായിക്കൊണ്ട് നീ പരിത്യാഗ പ്രവൃത്തികളിലൂടെയും നിന്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടുന്ന സഹനങ്ങളെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി പരാതി കൂടാതെ സ്വീകരിച്ചുകൊണ്ടും, അഥവാ ഹ്യൂമിലിറ്റി, അതാ എളിമയിലേക്ക് വന്നുകൊണ്ടും. എളിമ എന്ന് പറയുമ്പോൾ സഹോദര സഹോദരി, ഞാൻ ചിന്തിക്കുകയാണ് ഇങ്ങനെ, ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിന്റെ പൊൻകരങ്ങളിൽ നിന്ന് എനിക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും പരാതി കൂടാതെ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോഴാണ് എളിമ എന്ന അവസ്ഥയിലേക്ക് എനിക്ക് എത്താൻ കഴിയുക എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി. ഇവിടെ നാം ചിന്തിക്കുകയാണ്, പൗലോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ, കൊറിന്ത്യ ലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട, എനിക്കും നിങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ചു കീഴടക്കുന്നു എന്ന്. ഐ ആം ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് മീ. ഞാൻ എന്നോട് തന്നെ യുദ്ധം ചെയ്യുന്നു. എന്തിനു വേണ്ടി? എന്നോട് തന്നെ ഞാൻ യുദ്ധം ചെയ്യാം. സുവിശേഷം പ്രസംഗിച്ച, ഇത്രയും അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഞാൻ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ എനിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യജീവനിൽ എനിക്ക് തിരസ്കരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിച്ചു കിടക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ, സഹോദര, 7-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട പൗലോസ് ഈ വാക്കുകൾ പറയുമ്പോൾ പൗലോസിന് മുമ്പിൽ നിന്നോട് നീ ഒന്ന് ഓർത്തു നോക്കിക്കേ, നിന്റെ ജീവിതത്തെ നീ ദൈവസന്നിധിയിൽ തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി നിന്റെ ശരീരത്തെ, നിന്റെ ആഗ്രഹത്തെ, നിന്റെ ലക്ഷ്യത്തെ എത്രമാത്രം നീ പരിത്യജിക്കാനായിട്ട് നിനക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശാന്തവരെ, ഈശോ പറഞ്ഞ ഒരു വാക്കും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:37.
എന്നെ പ്രതി പിതാവിനെയും മാതാവിനെയും മക്കളെയും ഭാര്യയെയും വസ്തുവകളെയും എല്ലാം ഉപേക്ഷിക്കുന്നവനാണ് എന്റെ ശിഷ്യൻ ഈശോ പറഞ്ഞു. തന്നെ തന്നെ പരിത്യജിച്ച് എന്നെ അനുഗമിക്കാത്തവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ലെന്ന് ഈശോ പറഞ്ഞു. പക്ഷേ ഇവിടെ നമുക്ക് വളരെ പ്രത്യേകമായിട്ട് ചിന്തിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്ത്യാനിറ്റിയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുമ്പോൾ നമ്മൾ മറക്കാതെ നമുക്ക് ഓർക്കാം. യാക്കോബിന്റെ ലേഖനം 4:5 ഒന്നുകൂടെ ആവർത്തിക്കുന്നു. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന് തിരുവെഴുത്ത് വൃഥാ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? മത്തായിയുടെ സുവിശേഷം 10:16-26 ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാല് അവൻ എന്ത് പ്രയോജനം? ആത്മാവിന് പകരമായിട്ട് എന്തു കൊടുക്കും? സ്നേഹമുള്ളവരെ, ഇത് കേൾക്കുന്ന നമുക്ക് ഒരു സാധാരണ നല്ല മനുഷ്യനാകാനുള്ള ശ്രമം വിട്ടിട്ട് നിത്യജീവൻ, ഈശോ വാഗ്ദാനം ചെയ്ത ദൈവത്തിന്റെ ജീവൻ, അത് സ്വന്തമാക്കാൻ, യേശുവിനെ സ്വന്തമാക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് നിറയ്ക്കട്ടെ. ഒരു ക്ഷണം എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നിൽക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഒരു ക്ഷണം കർത്താവിനോട് കിട്ടിയ ബോധ്യത്തിനനുസരിച്ച് ഒരു ക്ഷണം പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് സൗജന്യമായി നൽകിയ നിത്യജീവൻ സ്വന്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് എന്നോട് തന്നെ യുദ്ധം ചെയ്യാനും ലോകത്തോട് യുദ്ധം ചെയ്യാനും എന്റെ ആസക്തിയോട് വിടുതൽ പറയാനും കർത്താവെ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൂടുതൽ തന്ന് നിത്യജീവനിലേക്ക് എത്താൻ എന്നെ സഹായിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഒരു ക്ഷണം മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാല് എന്ത് ഫലം? ആത്മാവിന് പകരമായി അവൻ എന്തു കൊടുക്കും? ഉന്മത്തതയും ഭോജനപ്രിയവും
സുഖത്തിൽ